എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമായ ആനുകാലിക സംഭവങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന നോവലിലാണ് പുരസ്കാരം ലഭിച്ചത്. ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥനെ അദ്ദേഹത്തിൻ്റെ പത്നിയായ യശോധര എന്ന ഗോപ ചോദ്യം ചെയ്യുന്നതാണ് ഗോപ എന്ന നോവലിൻ്റെ ഇതിവൃത്തം. ഗാന്ധിയുടെ ജീവിത ദർശനം എന്ന കൃതിക്ക് അരവിന്ദാക്ഷന് 1995 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 30,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ഓടക്കുഴൽ പുരസ്കാരം. 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 ഇന്ത്യൻ നാവികസേന നാവിക സിവിലിയൻസിൻ്റെ വർഷമായിട്ടാണ് ആചരിക്കുന്നത്. സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പദ്ധതി പ്രോഗ്രാമാണ് ഉല്ലാസ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് 100ാമത്തെ റോക്കറ്റ് വിക്ഷേപണമായ GSLV Mark II നാവിക് 2 എന്ന ഉപഗ്രഹത്തെ കൊണ്ടാണ് GSLV Mark II എന്ന 100ാമത്തെ റോക്കറ്റ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആപ്ലിക്കേഷനാണ് K-സ്മാർട്ട്. ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2024 ജനുവരി 1-നാണ്. ഇതിൻ്റെ ഫുൾ നെയിം കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിക്കുന്നതിനായി ശക്തി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കർണാടക. 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കർണാടകയാണ്. 2025 ജനുവരിയിൽ ബ്രിക്സിൽ പങ്കാളി രാഷ്ട്രമായ രാജ്യമാണ് നൈജീരിയ. നിലവിൽ ബ്രിക്സിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ബ്രസീലാണ്. ബ്രിക്സിൻ്റെ നിലവിലെ അംഗരാഷ്ട്രങ്ങൾ 10 പേരാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്റ്റ്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ 10 അംഗരാഷ്ട്രങ്ങളാണ് നിലവിലുള്ളത്. ഇതാണ് ആ രാഷ്ട്രങ്ങളുടെ എല്ലാം ഫ്ലാഗ്. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ വസ്തുക്കളുടെ നിയമപരമായ രേഖകൾ ലഭ്യമാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് സ്വാമിത്വ പദ്ധതി. ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സർവേകളിലാണ് രേഖകൾ ശരിയാക്കുന്നത്. 2025 ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം ലഭിച്ചത് ജിതിൻ വിജയനാണ്. കരയിലോ കടലിലോ വായുവിലോ നടത്തുന്ന സാഹസിക കായിക പ്രവർത്തനങ്ങളിൽ അസാധാരണ നേട്ടം കൈവരിക്കുന്നവർക്കായി നൽകുന്ന അവാർഡാണ് ടെൻസിംഗ് നോർഗെ സാഹസിക പുരസ്കാരം. കാലാവസ്ഥാ ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനും പ്രവചിക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സംഭാവനകൾ അതിതീവ്ര കാലാവസ്ഥാ പ്രഖ്യാപനങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ S. അഭിലാഷ്. ഫ്ലമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ലോകബാങ്ക് എന്നിവയുടെ സഹായത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കവചം സംവിധാനം തയ്യാറാക്കിയത്. ഇതിൻ്റെ ഫുൾ ഫോം കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നതാണ്. ഈ പദ്ധതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് 2025 ജനുവരി 21-നാണ്. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിച്ച സീറോ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ദ്വിദിന അന്തർദേശീയ കുട്ടികളുടെ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം ആയിരുന്നു. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് പുരുഷ വനിതാ കിരീടം നേടിയത് ഇന്ത്യയാണ്. ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ നേപ്പാളിനെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത്. ഖോ-ഖോ പുരുഷ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് B. നിഖിൽ. വേദി ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലായിരുന്നു. ഇന്ത്യൻ ഖോ-ഖോ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന സംസ്ഥാനമാണ് ഒഡീഷ.
കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുള്ള പരിപാടിയാണ് സുഗതോത്സവം. സുഗതകുമാരി അന്തരിച്ചത് 2020 ഡിസംബർ 23-നാണ്. ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന കഥാസമാഹാരം സാറ ജോസഫിൻ്റേതാണ്. ഇവരുടെ ഏറ്റവും പുതിയ കഥാസമാഹാരമാണിത്. 2024-25 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് നേടിയത് കർണാടകയാണ് വിദർഭയെ പരാജയപ്പെടുത്തി. US-ന്റെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റു. അദ്ദേഹത്തിൻ്റെ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. US-ന്റെ 45ാമതും 47ാമത്തെയും പ്രസിഡന്റായിരുന്നു ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പാർലമെൻറ്റ് മന്ദിരം അറിയപ്പെടുന്നത് ക്യാപിറ്റോൾ. 2025 ചെസ് ലോകകപ്പിൻ്റെ വേദി ഇന്ത്യയാണ്. ഒക്ടോബർ 31 മുതൽ നവംബർ 27 വരെയാണ് മത്സരം നടക്കുന്നത്. ഡോക്ടർ MS സ്വാമിനാഥൻ്റെ ജന്മശതാബ്ദി പ്രമാണിച്ച് നടത്തുന്ന കർഷക കൂട്ടായ്മയാണ് 100 മേനി നന്ദി മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലാണ്. കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളയ്ക്ക് വേദിയായത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരാണ്. ചൈനീസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി നിർമ്മിച്ച പാകിസ്ഥാനിലെ വിമാനത്താവളമാണ് ഗ്വാദർ വിമാനത്താവളം. വിസ്തൃതിയുടെ കാര്യത്തിൽ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണിത്. ചൈനീസ് പ്രധാനമന്ത്രിയാണ് ലീ ക്വിയാങ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് 2025 10 വർഷം തികയുന്നു. പദ്ധതി ആരംഭിച്ചത് 2015 ജനുവരി 22-നാണ്. ഹരിയാനയിലെ പാനിപ്പറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനും ആരംഭിച്ച പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി. നെൽ കർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റിയാണ് VK ബേബി കമ്മിറ്റി. വനിതകളുടെ അണ്ടർ-19 T20 ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറാണ് വൈഷ്ണവി ശർമ്മ. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് തലേന്ന് മരിച്ച ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവിൻ്റെ 75ാം ജന്മവാർഷികമാണ് 2025 ജനുവരി 25. ആരുടേതാണത്? ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ.